Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന എയർഫോഴ്സ് XY എക്സാം എഴുതിയ എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. XY എക്സാമിൻ്റെ റിസൾട്ട് എന്തായിരിക്കും വരാൻ പോകുന്നത്, അതിൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എയർഫോഴ്സ് XY 01/2025 നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും വരാൻ പോകുന്നത്, എക്സാം എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ കാണുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഒരു ഡിഫൻസ് ജോൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, ഫുൾ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും. നമ്മുടെ അക്കാഡമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. SSCGD 2024-25 ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. RPF കോഴ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. TRL 2024-25 ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഗ്നിവീറിന്റെ കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. CSF കോൺസ്റ്റബിൾ ഫയർമാന്റെ കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്താലും മതി, ബാക്കി ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻ ഉണ്ട്, വീക്കിലി 6 days ക്ലാസ് ഉണ്ട്, 70+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും, പിന്നെ മെഡിക്കൽ അവയർനെസ്, അതോടൊപ്പം തന്നെ ഡയറ്റ് പ്ലാൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കും 2025 പാരാമിലിറ്ററിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് ഏതെങ്കിലും ഫോഴ്സിൽ നിങ്ങൾക്കും സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് നോക്കാം എയർഫോഴ്സ് XY എക്സാമിന്റെ എക്സാം ട്രെൻഡ് എങ്ങനെയാണ് നടക്കുന്നതെന്ന്. എക്സാം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, അതിനുശേഷം എക്സാം എപ്പോഴാണ്, റിസൾട്ട് എന്നാണ് വരുന്നത്, phase 2 എപ്പോഴാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം. നമുക്ക് നോക്കാം 01/2023 എക്സാം എന്നാണ് നടന്നത്, അതുപോലെ തന്നെ ഫോം എന്നാണ് വന്നേന്ന്. ഈ ഒരു ഇൻടേക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നവംബർ 2022 അതുപോലെ തന്നെ എക്സാം ഡേറ്റ് വന്നത് 18 ജനുവരിക്കാണ്. അതിനുശേഷം റിസൾട്ട് വന്നതോ, അതായത് എക്സാം നടന്നത് 18 ജനുവരി 2023 പിന്നെ എക്സാം നടന്നത് 15 ഫെബ്രുവരിയിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. എക്സാം കഴിഞ്ഞതിന് ശേഷം അറൗണ്ട്ലി 25 ഡേയ്സിനുള്ളിൽ എന്താണ് റിസൾട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ phase 2 എക്സാം നടന്നത് എപ്പോഴാണ്, ഫെബ്രുവരിക്ക് ശേഷം മെയ്യിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഫെബ്രുവരിക്ക് ശേഷം മാർച്ച്, ഏപ്രിൽ, മെയ്, അതായത് 3 months ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 02/2023 കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ചിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. പിന്നെ എക്സാം നടന്നത് 20 മെയ്ക്കാണ്. അതിനുശേഷം റിസൾട്ട് വന്നത് 15 ജൂണിനാണ്. ഇവിടെ നിങ്ങൾക്കൊരു 25 ഡേയ്സിന്റെ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം phase 2 വന്ന എപ്പോഴാണ്, phase 2 വന്നിരിക്കുന്നത് നോക്കെ ജൂണിന് ശേഷം സെപ്റ്റംബറിലാണ്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നതാണ് ജൂണിന് ശേഷം പിന്നെ ജൂലൈ ഉണ്ട്, ആഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്. അറൗണ്ട്ലി ഇവിടെയും 3 മാസം ലഭിച്ചിട്ടുണ്ട് phase 2 അതിനുശേഷം നമുക്ക് നോക്കാം 01/2024 ഓൺലി ഒരു സെഷൻ മാത്രമാണ് നടന്നത്, അതായത് ഒരു ഇൻടേക്ക് മാത്രമാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് 27 ജൂലൈയിലാണ്. എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ 13 ഒക്ടോബർ ആണ്. പിന്നെ റിസൾട്ട് വന്നോ 9 നവംബറിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അറൗണ്ട്ലി ഒരു 25 ഡേയ്സിനുള്ളിൽ എന്താണ് റിസൾട്ട് വന്നിട്ടുണ്ട്. പിന്നെ phase 2 നടന്നത് 20 ജനുവരി 2024 അതായത് അറൗണ്ട്ലി ഇവിടെ നവംബറിന് ശേഷം പിന്നെ നിങ്ങൾ നോക്കുക, നവംബർ ഉണ്ട്, ഡിസംബർ ഉണ്ട്, ജനുവരി ഉണ്ട്. ഇവിടെയും അറൗണ്ട്ലി 3 months ആണ് phase 2 വേണ്ടി ലഭിച്ചിരിക്കുന്നത്. phase 2 പ്രോസസ്സ് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് അറിയാമോ, അത് ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുൾ കാണുക. വീഡിയോയുടെ എൻഡിങ്ങിൽ ഞാൻ പറയുന്നതായിരിക്കും phase 2 പ്രോസസ്സ് എല്ലാം തന്നെ. ഇനി നമുക്ക് നോക്കാം 01/2025 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 17 ജനുവരിയിലാണ്. എക്സാം നടന്നത് 17 മാർച്ചിലാണ്. റിസൾട്ട് വന്നത് 12 ഏപ്രിലാണ്. ഇവിടെയും അറൗണ്ട്ലി 24 to 25 ഡേയ്സിനുള്ളിൽ എന്താണ് റിസൾട്ട് വന്നിട്ടുണ്ട്. പിന്നെ phase 2 പ്രോസസ്സ് നടന്നത് 23 ജൂലൈയിലാണ്. ഇവിടെയും അറൗണ്ട്ലി ഏപ്രിലിന് ശേഷം മെയ്, ജൂൺ, ജൂലൈ, ഇവിടെയും അറൗണ്ട്ലി 3 മാസം എടുത്തിട്ടുണ്ട് phase 2 വേണ്ടിയിട്ട്. ഇനി നമുക്ക് നോക്കാം 02/2025 എന്നായിരിക്കും നിങ്ങളുടെ എക്സ്പെക്റ്റഡ് റിസൾട്ട് വരാൻ പോകുന്നതെന്നും. കുട്ടികളെ നോക്കുക, ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നത് 8 ജൂലൈയിലാണ്. അതിനുശേഷം എക്സാം നടന്നത് 16 നവംബറിലാണ്. ഈ തവണയായിരുന്നു കൂടുതലും കുട്ടികൾക്കും എക്സാമിന് വേണ്ടിയിട്ടെന്നാണ് കൂടുതൽ ടൈം ലഭിച്ചിരുന്നത്. നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നത് 16 ഒക്ടോബറിന് എക്സാം നടക്കുമെന്നാണ്. പക്ഷേ ടെക്നിക്കൽ പ്രോബ്ലം കാരണം എക്സാം ഡേറ്റ് നീട്ടിയിരുന്നു. അതിനുശേഷം എക്സാം നടന്നത് 16 നവംബറിലാണ്. അപ്പോൾ എന്തായാലും മുൻവർഷങ്ങളിലെ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 20 അല്ലെങ്കിൽ 13 ഡിസംബറിനടുത്താണ്. അതായത് നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ എന്തായാലും നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. പിന്നെ ഒരു മാക്സിമം ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 20 ഡിസംബറിനുള്ളിൽ, ഇത് മാക്സിമം ആണ് ഞാൻ പറയുന്നത്. മിനിമം എന്ന് പറഞ്ഞാൽ 12 അല്ലെങ്കിൽ 13 ഡിസംബറാണ്. മാക്സിമം എന്തായാലും 20 ഡിസംബറിനുള്ളിൽ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. പിന്നെ phase 2 നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്, മാർച്ച് 2025 എന്തായാലും നിങ്ങളുടെ phase 2 പ്രോസസ്സ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. നിങ്ങളുടെ phase 2 വരുന്ന ഏതൊക്കെയാണ് കുട്ടികളെ, നിങ്ങളുടെ phase 2 വരുന്നത് ഫസ്റ്റ് വരുന്നത് എന്താണ്, ഫസ്റ്റ് വരുന്നത് PFT ആണ്.
നിങ്ങളുടെ ഫേസ് ട്യൂബിൽ വരുന്ന ഈ ഒരു PFTക്ക് ശേഷം പിന്നെ നിങ്ങളുടെ അവിടെ എന്താണ് നിങ്ങളുടെ GD ഉണ്ടായിരിക്കുന്നതാണ്. GD എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, അതിനുശേഷം പിന്നെ മെഡിക്കൽ ഉണ്ടായിരിക്കുന്നതാണ്. മനസ്സിലായോ? ഇത്രയും പ്രോസസ്സാണ് ഫേസ് ട്യൂവിൽ വരുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കുന്നതാണ്, അതിനുശേഷം പിന്നെ മെഡിക്കൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതെല്ലാമാണ് എന്താണ് ഫേസ് ട്യൂവിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ട്രെൻഡ് മനസ്സിലായി എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, എപ്പോഴായിരിക്കും നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്, അതേപോലെ തന്നെ ഫേസ് ട്യൂവിൻ്റെ പ്രോസസ്സ് എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നതെന്ന്. ഇനി നമുക്ക് നോക്കാം കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ്സ്. ആദ്യം നമുക്ക് നോക്കാം മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് എന്താണെന്ന്. എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ കട്ട് ഓഫ് ആയിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കട്ട് ഓഫ് ട്രെൻഡ് എന്താണെന്ന് നോക്കാം. കുട്ടികൾ ഇവിടെ നോക്കുക, എക്സ് ഗ്രൂപ്പ് മെൻ, എക്സ് ഗ്രൂപ്പ് വുമൺ രണ്ടും ഞാൻ കാറ്റഗറി ബേസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് 01/2024. റിസൾട്ട് വന്നപ്പോൾ ആ ഒരു സമയത്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത് 22 ആയിരുന്നു. അതിനുശേഷം PSL ലിസ്റ്റ് വന്നപ്പോൾ, PSL എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റ്, ആ ലിസ്റ്റ് വന്നപ്പോൾ കട്ട് ഓഫ് എന്താണ് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ വർഷവും അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. കട്ട് ഓഫ് 36.21 ആയിരുന്നു. അതിനുശേഷം പിന്നെ എൻറോൾമെന്റ് ലിസ്റ്റ് വന്നപ്പോൾ ഫൈനൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 37.2 ആയിരുന്നു. അറൗണ്ട്ലി 1 മാർക്കാണ് പിന്നെ എക്സ്ട്രാ ആഡ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എക്സ് ഗ്രൂപ്പ് വുമന്റെ എത്ര ആയിരുന്നു കട്ട് ഓഫ് എന്ന്. 2024 കാര്യമാണ് ഞാൻ പറയുന്നത്, 01/2024. ഇതിന്റെ റിസൾട്ട് വന്നപ്പോൾ 22 ആയിരുന്നു. അതിനുശേഷം PSL ലിസ്റ്റ് വന്നപ്പോൾ 33.81 ആയിരുന്നു. പിന്നെ എൻറോൾമെന്റ് വന്നപ്പോൾ 34.38 ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 05 to 09 മാർക്സ് വരെ എക്സ്ട്രാ ഇൻക്രീസ് ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം 01/2025 എന്തായിരുന്നു എന്ന്. നിങ്ങളിവിടെ നോക്കുക, 01/2025 റിസൾട്ട് വന്നപ്പോൾ 22 ആയിരുന്നു. പിന്നെ PSL ലിസ്റ്റ് വന്നപ്പോൾ 31.62 ആയിരുന്നു. പിന്നെ എൻറോൾമെന്റ് എന്ന് പറഞ്ഞാൽ 32 and 33 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഈ ഒരു എക്സ് ഗ്രൂപ്പിന്റെ 01/2025 PSL ലിസ്റ്റ് വരെ വന്നിട്ടുള്ളൂ. ഇനി ഫൈനൽ എൻറോൾമെന്റ് ലിസ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം 01/2025 വുമന്റെ എന്താണെന്ന്. റിസൾട്ട് വന്നപ്പോൾ 22 ആയിരുന്നു. PSL വന്നപ്പോൾ 27.70 ആണ്. എൻറോൾമെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 28 and 29 ആണ്. ഇത്രയുമാണ് കട്ട് ഓഫ് ട്രെൻഡ് എന്ന് പറയുന്നത് എക്സ് ഗ്രൂപ്പ് മെൻ ആൻഡ് എക്സ് ഗ്രൂപ്പ് വുമന്റെ. ഇനി നമുക്ക് വൈ ഗ്രൂപ്പിന്റെ കട്ട് ഓഫ് ട്രെൻഡ് നോക്കാം. കട്ട് ഓഫ് ട്രെൻഡിന്റെ കാര്യം പറയുമ്പോൾ വൈ ഗ്രൂപ്പ് മെൻ നോക്കാം. ഫസ്റ്റ് 01/2024 റിസൾട്ട് വന്നപ്പോൾ 37.75 ആയിരുന്നു. പിന്നെ PSL ലിസ്റ്റ് വന്നപ്പോൾ 38.03 ആയി. ഇനി എൻറോൾമെന്റ് ലിസ്റ്റ് വന്നപ്പോൾ 38.33 ആണ് ഫൈനൽ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. പിന്നെ വൈ ഗ്രൂപ്പ് വുമന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 01/2024 റിസൾട്ട് വന്നപ്പോൾ 36.27 ആണ്. PSL വന്നപ്പോൾ 36.52 ആണ്. എൻറോൾമെന്റ് വന്നപ്പോൾ 37.50 ആണ്. ഇനി നമുക്ക് 01/2025 നോക്കാം. റിസൾട്ട് വന്നപ്പോൾ 34.75 ആണ്. PSL ലിസ്റ്റ് വന്നപ്പോൾ 36.36 ആണ്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എത്രയാണ് 37.38 ആണ്. മുൻ വർഷങ്ങളിലെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു എൻറോൾമെന്റ് ലിസ്റ്റിന്റെ എക്സ്പെക്ട് ചെയ്യുന്നത്. 01/2025 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ 33 ആണ്. ഇത് വുമന്റെ ആണ്. PSL ലിസ്റ്റ് വന്നപ്പോൾ 37.86 ആണ്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എത്രയാണ് 38-39 ആണ്. മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് ആൾമോസ്റ്റ് 2024 2023 അതുപോലെ 2025 ഡീറ്റെയിൽഡ് കാര്യം മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം 2025 രണ്ടാമത്തെ ഇൻടേക്കിന്റെ എത്രയായിരിക്കും കട്ട് ഓഫ് വരാൻ പോകുന്നതെന്ന്. കുട്ടികളെ എന്തായാലും നിങ്ങളുടെ എക്സ് ഗ്രൂപ്പ് മെൻ ആൻഡ് വുമന്റെ ഫസ്റ്റ് കട്ട് ഓഫ് വരാൻ പോകുന്നത് 20-23 ആയിരിക്കും. അതുപോലെ തന്നെ വൈ ഗ്രൂപ്പ് മെൻ ആൻഡ് വുമന്റെ കട്ട് ഓഫ് വരാൻ പോകുന്നത് എന്തായാലും 35 to 37 ആയിരിക്കും. ഇതിനടുത്തായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഫേസിന്റെ കട്ട് ഓഫ് റേഞ്ച് വരുന്നത്. പിന്നെ PSL ലിസ്റ്റിന്റെ കാര്യം PSLന്റെ കാര്യം ഇവിടെ ഞാൻ പറയുന്നില്ല. പിന്നെ എൻറോൾമെന്റ് ലിസ്റ്റിന്റെ കാര്യം ഇവിടെ ഞാൻ പറയുന്നില്ല. അത് നമുക്ക് PFT ഒക്കെ അത് നമുക്ക് സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ആയതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഫൈനൽ എൻറോൾമെന്റ് ലിസ്റ്റിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. ഡെഫിനറ്റ്ലി ഇതിനടുത്തായിരിക്കും വരാൻ പോകുന്ന നിങ്ങളുടെ എന്തായാലും ആദ്യത്തെ ആ ഒരു കട്ട് ഓഫ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് 2026 01/2026 എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച്. കുട്ടികളെ എക്സാം ഫോം എന്തായാലും വരാൻ പോകുന്നത് ജനുവരി 2025 എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും മാർച്ച് ഏപ്രിലോടായിരിക്കും. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് എയർഫോഴ്സിന് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു വീഡിയോ ഏതെങ്കിലും കാൻഡിഡേറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ക്ലാസ്സുകൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതുമായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാണെന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് എയർഫോഴ്സ് XY എക്സാം അറ്റൻഡ് ചെയ്തിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടി ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം. ഈ ഒരു വീഡിയോ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. എക്സാം ഡേറ്റ് എന്നായിരുന്നു, റിസൾട്ട് എപ്പോൾ വരും, അതോടൊപ്പം തന്നെ PFTയുടെ ഡീറ്റെയിൽഡ് കാര്യം പറയുന്നുണ്ട്. ഇനി PFTയിലെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനെ കുറിച്ചിട്ടും ഗ്രൂപ്പ് ഡിസ്കഷനെ കുറിച്ചിട്ടും മെഡിക്കലിനെ കുറിച്ചിട്ടും നിങ്ങൾ ഡീറ്റെയിൽ വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.